എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. ലോകസ്നേഹിതർ മാറിപ്പോയിടും. വൻനിരാശകൾ വന്നിടും. ലോകസ്നേഹിതർ മാറിപ്പോയിടും. വൻനിരാശകൾ വന്നിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല. വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല. വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ അനുദിന ചിന്ത, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഫൊർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്. പരിശുദ്ധാത്മാവേ ദൈവമേ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ, പഠിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനങ്ങൾ 103, 1-2 തിരുവചനങ്ങൾ. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, O my soul, and forget not all his benefits. Amen. നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതു ദുഷ്കരമായ പ്രവൃത്തിയും സന്തോഷത്തോടെ ചെയ്താൽ അത് എളുപ്പമായി തീരും. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിയുള്ളവരായി നാം ജീവിച്ചാൽ മാത്രമേ ജീവിതം സമാധാനപൂർണമാകുകയുള്ളൂ. ഇന്ന് പലരും നമ്മിലെ നന്മകളിലേക്ക് നോക്കി സന്തോഷിക്കാതെ അപരൻ്റെ അനുഗ്രഹങ്ങൾ നോക്കി വിലപിക്കുന്നവരാണ്. കിട്ടാത്തതിനെ കുറിച്ചോർത്ത് ജീവിതം പാഴാക്കുന്നവരാണ് പലരും. ഒരു കെട്ടുകഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അയാൾ ദരിദ്രനായിരുന്നു, എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷവാനായിരുന്നു. രാജാവ് മന്ത്രിയോട് ചോദിച്ചു, അയാൾ ഇത്ര സന്തോഷവാൻ ആയിരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? മന്ത്രി ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങ് 99 പരീക്ഷണം നടത്തിയാൽ മതി, ഉത്തരം കിട്ടും. രാജാവ് ചോദിച്ചു, അതെന്താ 99ന്റെ പണി? അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, അങ്ങ് 99 വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിലാക്കണം. ആ കിഴിയുടെ പുറത്ത് ഈ 100 വെള്ളി നാണയങ്ങൾ നിനക്കുള്ളതാണെന്ന് എഴുതി അയാളുടെ വീട്ടുപടിക്കൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അയാൾ യഥാർത്ഥമായി സന്തോഷിക്കുന്നവനാണോ എന്ന് അങ്ങേക്ക് മനസ്സിലാവും. രാജാവ് തൻ്റെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 99 വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിലാക്കി ആ കിഴിയുടെ മുകളിൽ 100 വെള്ളി നാണയങ്ങൾ എന്നെഴുതി സേവകന്റെ വീടുപടിക്കൽ കൊണ്ടുവയ്ക്കാൻ ഏർപ്പാടാക്കി. രാത്രിയിൽ എപ്പോഴോ പുറത്തിറങ്ങിയ സേവകൻ തൻ്റെ വീട്ടുപടിക്കലിരിക്കുന്ന പണക്കിഴി കണ്ടു. അത് പരിശോധിച്ചപ്പോൾ
രാജസമ്മാനമാണെന്ന് അറിഞ്ഞ് അത്യന്തം സന്തോഷിച്ചു. സ്വയം പറഞ്ഞു, ആഹാ, 100 വെള്ളി നാണയങ്ങൾ. അദ്ദേഹം സ്വയം മറന്നു. ആ വെള്ളി നാണയങ്ങൾ എണ്ണുവാൻ തുടങ്ങി. എത്ര പ്രാവശ്യം എണ്ണിയിട്ടും 99 വെള്ളി നാണയങ്ങൾ മാത്രമേ ആ കിഴിയിൽ കണ്ടെത്തിയത്. പക്ഷെ കിഴിയിൽ 100 വെള്ളി നാണയങ്ങൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഒരു നാണയം എവിടെ പോയി? അദ്ദേഹം വീണ്ടും വീണ്ടും എണ്ണി നോക്കി. വീണ്ടും 99 നാണയങ്ങൾ മാത്രം അദ്ദേഹം തിരയാൻ തുടങ്ങി. വീണ്ടും വീട്ടുകാരോടും അയൽക്കാരോടും തിരക്കി, കണ്ടുകിട്ടിയില്ല. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം ഉറങ്ങാതെ കിടന്നു. കിട്ടിയ അനുഗ്രഹങ്ങളെ മറന്ന് കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ദുഃഖിതനായി. പിറ്റേന്ന് അദ്ദേഹം രാജകൊട്ടാരത്തിലെത്തി. അയാളെ പ്രതീക്ഷിച്ചിരുന്ന രാജാവ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളേറെ ക്ഷീണിതനും ദുഃഖിതനുമാണല്ലോ. ആ ഭൃത്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങ് തന്ന 100 നാണയങ്ങളിൽ ഒന്നു മാത്രം കാണുന്നില്ല. അതോർത്താണ് വിഷമം. രാജാവിന് കാര്യം പിടികിട്ടി. ഈ പലരുടെയും രോഗം ഇതുതന്നെയാണ്. കിട്ടാത്തതിനെ ഓർത്താണ് ദുഃഖം. കയ്യിലുള്ള 99 സന്തോഷിക്കാനും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനോടുള്ള നന്ദി കാണിപ്പാനും നാം മറന്നുപോകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെ. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നോടൊപ്പം ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ, ആമേൻ. ഇതാണ് യഥാർത്ഥമായ സംതൃപ്തി. ഉള്ള അവസ്ഥകളിൽ സന്തോഷിക്കാം. കിട്ടാത്തതിനെ കുറിച്ച് വിലപിക്കാതിരിക്കാം. ദൈവം തന്ന സർവ്വ അനുഗ്രഹങ്ങൾ ഓർത്ത് സ്തുതിയും നന്ദിയും കരയേറ്റാം. വീണ്ടും കുറിവാക്കി ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 103 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ ഉറവിടമായ കർത്താവേ, ആത്മാവിന്റെ ആനന്ദമേ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമേ, ഒരു പുതിയ ദിനം കൂടി ഞങ്ങൾക്ക് അങ്ങ് തന്നതിനായി നന്ദി പറയുന്നപ്പ. ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളെക്കുറിച്ചുള്ള സമസ്തവും ഞങ്ങൾക്ക് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെയും എനിക്കുള്ള സമസ്തവും ഞാൻ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയതല്ലാതെ യാതൊന്നും ഈ ഭൂമിയിൽ എനിക്കില്ലപ്പ. സ്വന്തമായി എൻ്റെ പാവങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങളുടേതല്ല. എല്ലാം ദാനമായിരിക്കെ എനിക്ക് അഹങ്കരിപ്പാൻ വകയില്ല കർത്താവേ. ഇപ്പോൾ എൻ്റെ ജീവിതവും ജീവനും ആത്മാവും എനിക്കുള്ളതൊക്കെയും അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു. ഈ ദിവസം അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ മഹത്വം എൻ്റെ കണ്ണുകൾ ദർശിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായ്മയുടെ ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതെ ഇരിക്കേണ്ടതിന് അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം പറയുന്നില്ലപ്പാ, വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും പുത്രം വഴി കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടുന്ന് അനുഗ്രഹിച്ച് അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വാർദ്ധക്യത്തിലും സംതൃപ്തിയുള്ള, തൃപ്തിയുള്ള, സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അവിടുത്തെ സൗഖ്യം നിന്റെ മക്കൾക്കായി സംസാരിക്കുന്നുവല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വിടുതലും അവർക്ക് അവിടുന്ന് കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു.
അവിടുന്ന് സൗഖ്യദായകനാണ്. ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗങ്ങളും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ സൗഖ്യമാകട്ടെ. എല്ലാ മാനസിക വ്യഥകൾ മാറിപ്പോട്ടെ. എല്ലാ കുടുംബ സംഘർഷങ്ങൾ മാറിപ്പോട്ടെ. കടഭാരം നീങ്ങിപ്പോകട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ നീങ്ങിപ്പോകട്ടെ. മക്കളെ ഓരോരുത്തരെയും, കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയും മക്കളെ തൊടാതെ അവിടുത്തെ തിരുരക്തം കവർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ദൂരത്തായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്നവരെ പ്രത്യേകമായി ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന നന്മയിൽ സന്തോഷിച്ച് ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലപ്പെടാതെ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ അവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. കർത്താവേ, ഈ സമയത്ത് പ്രകൃതിക്ഷോഭത്താൽ വേദന ദുരിതം അനുഭവിക്കുന്ന ഓരോ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജപ്പാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ഈറ്റിനോവ് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ കാണുമ്പോൾ അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. ക്ഷണികമായി ജീവിതത്തിൽ അവിടുന്ന് തരുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചാനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാപഭാരങ്ങൾ തോളിലേറിടും, വൻ പരീക്ഷകൾ നേരിടും. പാപഭാരങ്ങൾ തോളിലേറിടും, വൻ പരീക്ഷകൾ നേരിടും. പാപത്തെ വെറുത്ത നാഥൻ കൂടെ നിന്നിടും. പാപിയാവും നമ്മെ അവൻ ചേർത്തണച്ചിടും. പാപത്തെ വെറുത്ത നാഥൻ കൂടെ നിന്നിടും. പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും. എൻ്റെ നാഥൻ, എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. എൻ്റെ നാഥൻ, എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. എൻ്റെ നാഥൻ, എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും.